ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷേബ. നല്ലൊരു ടീനേജ് മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ വീഡിയോ മറക്കാതെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിറാവയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അത് ഞാൻ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അബ്സോർബ് ചെയ്യാൻ ടൈം കൊടുക്കുന്നുണ്ട്. പിന്നീട് നല്ലൊരു പ്രൈമർ ചൂസ് ചെയ്യുക. ഫേസ് മേക്കപ്പിൻ്റെ ബേസ് പ്രൈമറാണ്. ഞാൻ എൽഫ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മേക്കപ്പ് അബ്സോർബ് ആവാൻ ഏറ്റവും ബേസിക് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൈമർ. അത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രൈമർ തന്നെ രണ്ട് തരത്തിലാണ്, ഡ്രൈ സ്കിൻ ആൻഡ് ഓയിലി സ്കിൻ ഉള്ളവർക്ക്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഒരു സൺസ്ക്രീനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ UK ആയതുകൊണ്ട് അധികം സൺ ടാൻ അടിക്കാത്ത കൊണ്ട് ഞാൻ SPF കണ്ടൻറ്റ് കുറവുള്ള ഒരു സൺസ്ക്രീനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതും ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ ടൈം കൊടുക്കുക. ഇനി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നല്ലൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ മീബലിൻ്റെ ഫിറ്റ് മീ എന്ന് പറയുന്ന 128 നമ്പർ ഫൗണ്ടേഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബ്രഷ് ആൻഡ് സ്പഞ്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ബ്രഷാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് മിനിമൽ കവറേജ് മതി. ഇനി ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് ആ ക്രീം എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. അത് നമ്മൾ ബഫ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ബ്രഷിൻ്റെ യൂസ് തന്നെ. അപ്പം ഒരുപാട് ക്രീം യൂസ് ചെയ്യുന്നതല്ല, വളരെ കുറച്ച് ക്രീം യൂസ് ചെയ്ത് എല്ലായിടത്തും അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഫേസിനും നെക്കിനും ഡിഫറെൻറ്റ് ടോൺസ് ആയിരിക്കും. സോ നെക്കിലോട്ടൂടെ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും നിങ്ങൾക്ക് നല്ലൊരു കൺസീലർ സെലക്ട് ചെയ്യാം. കൺസീലർ നിർബന്ധമില്ല, പക്ഷെ നിങ്ങൾക്ക് അണ്ടർ ഐയിൽ ഡാർക്ക് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ കൺസീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കൺസീലർ യൂസ് ചെയ്യാം. അതും ഞാനിവിടെ എൽഫിൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിനി സ്പഞ്ച് അല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്ത് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒരു ബിഗിനർ ആകുമ്പം നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, സ്പഞ്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബ്രഷ് ചെയ്താൽ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഫൗണ്ടേഷൻ ലിക്വിഡ് ഒരുപാട് അബ്സോർബ് ആകില്ല. ഇനി നമുക്ക് ഐബ്രോസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കളക്ഷൻ്റെ ഒരു ഐബ്രോ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു ഡാർക്ക് ആൻഡ് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഐബ്രോ കിറ്റാണ്, ഇവിടെ UK അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഞാനതിൽ ഒരു ആംഗിൾ ഐബ്രോ ബ്രഷ് യൂസ് ചെയ്താണ് അത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ രണ്ട് ഐബ്രോയും ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഐബ്രോസിൻ്റെ ബിഗിനിങ്ങിൽ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാതെ ഇരിക്കുക. ഇനി നമുക്കൊരു ബ്രോ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബ്രോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഡാർക്ക് ടോൺ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് കൂടിപ്പോയ സ്ഥലത്തൊക്കെ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി നമ്മുടെ ബ്രോസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. അതിന് ഞാൻ എൽഫ് ബ്രാൻഡ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അത്യാവശ്യം UK അവൈലബിൾ ആയിട്ടുള്ള ചീപ്പസ്റ്റ് ബ്രാൻഡ് ആൻഡ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐ ഷാഡോ പ്രോഡക്റ്റാണത്. ഞാൻ എൻ്റെ ഐ ലിഡിൻ്റെ വെളി ഭാഗത്തു നിന്ന് അകത്തോട്ടാണ് ഞാനത് ചെയ്യുന്നത്. കാരണം നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്താലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് സൺലൈറ്റ് ഇച്ചിരി ഡിം ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവണുണ്ടാവില്ല. പക്ഷേ ആ വെളിയിൽ നിന്ന് ഞാൻ മിഡിലേക്ക് ചെയ്ത് പിന്നെ ഉള്ളിലേക്കാണ് ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നന്നായിട്ട് ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യണം. ഞാൻ 2 ഡിഫറെൻറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ഗ്രേ ആൻഡ് ഒരു പീച്ചി ടോണാണ്. എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന 2 കളേഴ്സാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഐ ലൈനർ യൂസ് ചെയ്യാം. സോ ഞാൻ ഐ ലൈനിങ് ചെയ്യുന്നത് ഒരു ഐ ലൈനർ ആംഗിൾഡ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. ചെറിയൊരു ഷെയ്ഡേ ഞാൻ കൊടുക്കുന്നുള്ളൂ, കാരണം എനിക്കിതിൻ്റെ മുകളിലൊരു ബ്ലൂ ടിഞ്ച് അപ്ലൈ ചെയ്യണമെന്ന് തോന്നി. ഒരു ബ്ലൂ ഐ ലൈനർ. എപ്പോഴും ഒരു കോൺട്രാസ്റ്റ് ഐ ലൈനിങ് കളർ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഐസ് നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ലെഫ്റ്റ് ഐയിലും ഇതേപോലെ ഐ ഷാഡോ ആൻഡ് ഐ ലൈനർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബ്ലൂ ജെൽ ലൈനറാണ് ഞാൻ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. 2 കണ്ണിൻ്റെ മുകളിലും ഒരു ബ്ലൂ ടിഞ്ച് തോന്നിക്കാൻ വേണ്ടിയാണ്. അതെൻ്റെ കണ്ണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമെന്ന് തോന്നിയുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായി. ഇനി ഞാൻ എൻ്റെ കാജൽ പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ണ് എഴുതുവാണ്.
അത്യാവശ്യം നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് തരുന്ന ഒരു മെയ്ബലിൻ്റെ കാജൽ പെന്നാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ 2 കണ്ണും ലൈൻ ചെയ്യുകയാണ്. സോ അപ്പം നമ്മൾ നമ്മുടെ ഐ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ ലിപ്പിലേക്ക് പോവുകയാണ്. സോ ഞാനൊരു ലിപ്പ് ഡിഫൈനറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലോറിയലിൻ്റെ ഒരു പീച്ചി ടോണുള്ള ലിപ്പ് ഡിഫൈനർ. സോ അത് വെച്ച് ഞാൻ എൻ്റെ ലിപ്പ് ലൈൻ ചെയ്യുവാണ് ഫസ്റ്റിൽ. അതിനുശേഷം ഞാൻ എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്ന ലോറിയലിൻ്റെ ഒരു മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഒരു പീച്ചി ആൻഡ് ബ്രിക്കി രണ്ടുകൂടെ കോംബോ ആയിട്ടുള്ള ഒരു മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇനി നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു ഫൈനൽ ടച്ചപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ കിറ്റിൽ ബ്ലഷ് ഞാൻ യൂസ് ചെയ്യുവാണ്. എൻ്റെ ചീക്സ് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ആ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. ഒരു റോസി ക്രീമി ബ്ലഷാണ്. ഒരുപാട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് റോസ് ടോൺ ഇഷ്ടമല്ല. ഇനി ഒരു ക്രീമി ഗിൽറ്റി ഹൈലൈറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചീക്സിൽ മാത്രം അപ്ലൈ ചെയ്യുവാണ്. അതെൻ്റെ ചീക്സ് എടുത്ത് കാണിക്കും. ഞാൻ സ്മൈൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചീക്സിലൊരു തിളക്കം ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഹൈലൈറ്റർ ഞാൻ എൻ്റെ ഡിഫൈനിങ് ഏരിയാസിൽ, എൻ്റെ നോസ് ടിപ്പിൽ, എൻ്റെ ഫോർഹെഡിൽ ആൻഡ് ചിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇനി ഇയറിങ്സ് ഒക്കെ ഇട്ട് വരാൻ പോവാണ്. ഫൈനലി ലാസ്റ്റായിട്ട് ഞാനൊരു കുഞ്ഞു മേക്കപ്പ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ മേക്കപ്പ് ഹോൾഡ് ചെയ്യാനായിട്ട്.